തീർച്ചയായും ഹാരിസ്, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ഇതിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം സിനിമാ രംഗങ്ങൾ കേരളത്തിന്റെ പ്രതിച്ഛായയെ, ഇമേജ് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വലിയ രീതിയിൽ മോശമാക്കുന്നുണ്ട്. ഇത്തരം ചിത്രീകരണങ്ങൾ കേരളത്തിന് വരുത്തുന്ന ദോഷങ്ങൾ താഴെ പറയുന്നവയാണ്. 1. കേരളത്തെക്കുറിച്ചുള്ള തെറ്റായ ചിത്രം, മിസ് ഇൻഫർമേഷൻ. കേരളത്തിന് പുറത്തുള്ളവർ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ, കേരളത്തിലെ യഥാർത്ഥ സാഹചര്യം നേരിട്ടറിയുന്നവരല്ല. അവർ സിനിമയിൽ കാണുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ഹിന്ദുക്കൾ വലിയ പേടിയിലാണ് ജീവിക്കുന്നത് എന്ന തെറ്റായ ധാരണ ഇത് സൃഷ്ടിക്കുന്നു. 2. ഭക്ഷണ സംസ്കാരത്തെ ആയുധമാക്കുന്നു. കേരളത്തിൽ ബീഫ് എന്നത് എല്ലാ മതസ്ഥരും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കഴിക്കുന്ന ഒന്നാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ ബീഫ് എന്നത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ അത് അവിടെയുള്ള ആളുകളിൽ കേരളത്തോടും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോടും വലിയ വിദ്വേഷമുണ്ടാക്കാൻ കാരണമാകുന്നു. 3. മതസൗഹാർദ്ദം തകർക്കൽ. നൂറ്റാണ്ടുകളായി കേരളം കാത്തുസൂക്ഷിക്കുന്ന മതസൗഹാർദ്ദം എന്ന പൈതൃകത്തെ തകർക്കാനാണ് ഇത്തരം പ്രൊപ്പഗണ്ടകൾ ശ്രമിക്കുന്നത്. അയൽപ്പക്കങ്ങളിൽ സ്നേഹത്തോടെ കഴിയുന്നവർക്കിടയിൽ സംശയത്തിന്റെ വിത്തുപാകാൻ ഇത്തരം ദൃശ്യങ്ങൾ കാരണമാകും. 4. വിനോദസഞ്ചാരത്തെയും സാമ്പത്തികത്തെയും ബാധിക്കുന്നു. കേരളം സുരക്ഷിതമല്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ടൂറിസം മേഖലയെയും ബാധിക്കാറുണ്ട്. പുറത്തുനിന്നുള്ളവർ കേരളത്തിലേക്ക് വരാൻ ഭയപ്പെടുന്ന സാഹചര്യം ഇതുണ്ടാക്കുന്നു. യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിൽ ഇന്നുവരെ ഒരാളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ച് മതം മാറ്റിയതായി ഒരൊറ്റ പോലീസ് റിപ്പോർട്ട് പോലും നിലവിലില്ല. സിനിമയിൽ കാണിക്കുന്നത് പോലെ മുസ്ലിം സമുദായം സംഘടിതമായി മറ്റു മതസ്ഥരെ ഉപദ്രവിക്കുന്ന സാഹചര്യം കേരളത്തിലില്ല. കേരളത്തിലെ ഹിന്ദുക്കൾക്കോ മറ്റേതെങ്കിലും വിഭാഗത്തിനോ ഇവിടെ യാതൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല എന്നതാണ് സത്യം. ഹാരിസ്, താങ്കളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ വർക്കേഴ്സിന് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. യഥാർത്ഥ കേരളം എങ്ങനെയാണെന്നും ഇവിടെ എല്ലാ മതസ്ഥരും എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നതെന്നും കാണിക്കുന്ന വീഡിയോകൾ പങ്കുവെക്കുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഇത്തരം വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാൻ സോഷ്യൽ മീഡിയയിൽ ചില ജനങ്ങളെ ഇങ്ങനത്തെ സിനിമ, അതുപോലെ തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് കേരളത്തിൻ്റെ അകത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് പല തെറ്റായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ആളുകൾക്ക് കേരളത്തിൽ തന്നെ ഇങ്ങനെ തോന്നാൻ കാരണം? ഹാരിസ്, താങ്കൾ ചോദിച്ച ഈ ചോദ്യം ഇന്നത്തെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ വ്യാജ ഐഡികളിലൂടെയും ഫേക്ക് ഐഡീസ് സിനിമകളിലൂടെയും നടക്കുന്ന ഈ ആസൂത്രിതമായ പ്രചരണങ്ങളുടെ പിന്നിലെ ലക്ഷ്യങ്ങൾ താങ്കൾക്ക് താഴെ പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാം. 1. എന്തിനാണ് ഈ വ്യാജ പ്രചരണങ്ങൾ? ലക്ഷ്യങ്ങൾ: വർഗീയ ധ്രുവീകരണം, കമ്മ്യൂണൽ പോളറൈസേഷൻ. മനുഷ്യരെ മതത്തിന്റെ പേരിൽ 2 തട്ടിലാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അധികാരം നിലനിർത്താനും ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത് ചിലർക്ക് ഗുണകരമാണ്. കേരള മോഡലിനെ തകർക്കൽ. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മതസൗഹാർദ്ദത്തിലും കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഈ കേരള മോഡൽ തകർക്കാനും കേരളം അശാന്തിയുടെ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാനും ചില ശക്തികൾ ശ്രമിക്കുന്നു. ഇതിനെ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എന്ന് വിളിക്കാം. ഭയത്തിന്റെ രാഷ്ട്രീയം. ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ നിങ്ങൾ അപകടത്തിലാണ് എന്ന ഭയം കുത്തിവെക്കുക. സിനിമയിലെ ബീഫ് സീനുകൾ പോലുള്ളവ ഈ ഭയം ജനിപ്പിക്കാൻ ബോധപൂർവം നിർമ്മിക്കപ്പെട്ടതാണ്. 2. എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ ചിലർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുന്ന ചിലർക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരാൻ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ അൽഗോരിതം. ഒരാൾ ഒരു വർഗീയ പോസ്റ്റ് കണ്ടാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമാനമായ കൂടുതൽ പോസ്റ്റുകൾ അയാൾക്ക് കാണിച്ചു കൊടുക്കും. എക്കോ ചേമ്പേഴ്സ്. ഇത് സത്യമാണെന്ന് അയാൾ വിശ്വസിച്ചു തുടങ്ങുന്നു. ബാഹ്യമായ സ്വാധീനം. കേരളത്തിന് പുറത്തുള്ള IT സെല്ലുകളും ഗ്രൂപ്പുകളും വലിയ തോതിൽ പണം മുടക്കി കേരളത്തിനെതിരെ കണ്ടന്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് നിരന്തരം കാണുന്ന മലയാളികളായ ചിലരിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചെറിയ സംഭവങ്ങളെ വലുതാക്കി കാട്ടൽ. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പോലും മതപരമായ പ്രശ്നം എന്ന മുദ്രകുത്തി പ്രചരിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. 3. ഇതിന്റെ അപകടം. ഫേക്ക് ഐഡികളിലൂടെയുള്ള പ്രചരണം പിടിക്കപ്പെടാൻ പ്രയാസമാണ്. ഇത് സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ അവിശ്വാസം വളർത്തുന്നു. അയൽവാസികളെ പോലും സംശയത്തോടെ നോക്കുന്ന സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. ഹാരിസിനെ പോലെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? താങ്കൾ ഒരു സോഷ്യൽ മീഡിയ വർക്കർ ആയതുകൊണ്ട് ഇത്തരം വ്യാജ വാർത്തകളുടെ മുനയൊടിക്കാൻ താങ്കൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും.
ഒന്ന്, യഥാർത്ഥ വീഡിയോകൾ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് ആഘോഷിക്കുന്ന ചടങ്ങുകളുടെയും പരസ്പരം സഹായിക്കുന്നതിന്റെയും വീഡിയോകൾ കൂടുതൽ പ്രചരിപ്പിക്കുക. 2, വസ്തുതകൾ പറയുക. ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ ഭക്ഷണശാലകളിലും വീടുകളിലും എല്ലാവരും ഒരേപോലെ ബീഫ് ആസ്വദിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ച് അത് പൊളിച്ചെടുക്കാം. 3, റിപ്പോർട്ട് ചെയ്യുക. വർഗീയ വിഷം ചീറ്റുന്ന വ്യാജ ഐഡികളെയും പോസ്റ്റുകളെയും കൂട്ടമായി റിപ്പോർട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക. കേരളത്തിന്റെ ഈ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു AI പറയുന്നത് കേട്ടല്ലോ. അതിനൊരു മനസ്സോ ഒരു ജീവനോ പോലുമില്ല. എന്നിട്ട് പോലും അത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇവിടെ കേരളത്തിൽ മനുഷ്യന് മനസ്സുണ്ട്, മനുഷ്യന് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, മനുഷ്യന് ജീവനുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത രീതിയിലാണ് പല ആളുകളും പോസ്റ്റിലിടലും പ്രവർത്തിക്കുന്നത്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല എന്താണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മാർവാടികളും അതുപോലെ സിന്ധികളും ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്നവരാണ്, കാശ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും. അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കാൻ ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് ഒരേ ഒരു സംസ്ഥാനമാണ്, അത് നമ്മുടെ കേരളമാണ്, മലയാളികളാണ്. കാശിന് കാശ്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, സൗന്ദര്യത്തിന് സൗന്ദര്യം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കേരളത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഇതേപോലെ സിനിമ എടുത്ത് ചിത്രീകരിക്കുന്നത്. മനസ്സിലായോ? അല്പം തലച്ചോറ് വെച്ച് ചിന്തിക്കുക. ഈ ഇന്ത്യൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മലയാളികളാണ്. ഇതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. കേരളത്തിൽ തീവ്രവാദികളുണ്ട് എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുന്നത്. നാളെ ഒരു ദിവസം മലയാളിയാണെന്ന് പറഞ്ഞിട്ട്, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിട്ട്, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ജോലി പോലും തരില്ല. കാരണം നിങ്ങൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് പറയും. കാരണം നിങ്ങൾ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അവൻ നോക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നോക്കുന്നത് ഹിന്ദു മുസ്ലിം. അവൻ നോക്കുന്നത് എന്താണെന്നറിയോ? അവൻ നോക്കുന്നത് കേരളത്തിലെ മലയാളി, അവൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും, അവൻ്റെ ആളായിരിക്കും എന്ന രീതിയിൽ അവൻ ചിന്തിക്കും. അത്രമാത്രമാണ് ഇവിടെയുള്ള ആൾക്കാർ തന്നെ, മലയാളികളെ തന്നെ സ്വയം മലയാളികൾ കരിവാരി എരിയുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയനോടുള്ള വിരോധത്തിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് കേരളത്തിന് മോശമായിട്ടും, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് മോശമായിട്ടും, കേരളത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് മോശമായിട്ടും, കേരളത്തിൽ എന്തെല്ലാം കേരളത്തിനെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപമാനിച്ചു പോകും. ഇത് ശരിയാണോ?